ബീഹാറിലെ പറ്റ്നയിൽ കൂട്ടബലാത്സംഗത്തിനിടെ 8 വയസ്സുകാരി കൊല്ലപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന 12 വയസ്സുകാരിയും ബലാത്സംഗത്തിനിരയായി. ചൊവ്വാഴ്ച രാവിലെയാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരും. നിതിൻ, ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ്? ആരെങ്കിലും പിടിയിലായിട്ടുണ്ടോ? നിതിൻ. അഷ്മി, ഇതുവരെ ആരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മേഖലയിൽ ഇപ്പോൾ ഈ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം ഇപ്രകാരമാണ്. തിങ്കളാഴ്ച വൈകിട്ടാണ് ചാണകവരളി ശേഖരിക്കാനായി പോയ 2 ദളിത് പെൺകുട്ടികളെ കാണാതായി എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത്. അതിനുശേഷം ഈ പ്രദേശവാസികളടക്കം വ്യാപക പരിശോധന നടത്തി. അതിനുശേഷമാണ് ഇവരുടെ ഗ്രാമം ഫൂൽവാരി ഷെരീഫ് എന്ന ഇവരുടെ ഗ്രാമത്തിന് സമീപത്തെ ഗ്രാമത്തിൽ വെച്ച് ചൊവ്വാഴ്ച രാവിലെ ഈ 2 പെൺകുട്ടികളെയും കണ്ടെത്തുന്നത്. പക്ഷേ അപ്പോഴേക്കും ഈ 8 വയസ്സുകാരി മരണത്തിന് കീഴടങ്ങിയിരുന്നു. കൂട്ടബലാത്സംഗം നടന്നു എന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം പങ്കുവയ്ക്കുന്ന വിവരം. 8 വയസ്സുകാരിയാണ് കൂട്ടബലാത്സംഗത്തിന് പിന്നാലെ മരിച്ചത്. ഈ 8 വയസ്സുകാരോടൊപ്പം ഉണ്ടായിരുന്ന 12 വയസ്സുകാരിയും സമാനമായി തന്നെ കൂട്ടബലാത്സംഗത്തിന് ഇരയായി. 12 വയസ്സുകാരി ഇപ്പോൾ പട്നയിലെ എയിംസിൽ ചികിത്സയിലാണ്. ഗുരുതരമായി തന്നെ ആരോഗ്യസ്ഥിതി തുടരുന്നു എന്നാണ് ലഭ്യമായ വിവരം. എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ സംഭവത്തിന് പിന്നാലെ പ്രതികളെ പിടികൂടാനുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മേഖലയിലാകെ തന്നെ ഇപ്പോൾ പ്രദേശവാസികളുടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇന്നലെ പട്ന ദേശീയപാത അടക്കം ഈ പ്രദേശവാസികൾ ഉപരോധിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിനിടെ ബീഹാർ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ തകർന്നിരിക്കുന്ന ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഫൂൽവാരി ഷെരീഫിൽ ഉണ്ടായ ഈ കൂട്ടബലാത്സംഗം എന്നാണ് BJP ആരോപിക്കുന്നത്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഹാഷ്മി.